മിഥുൻ മാനുവൽ തോമസിൻ്റെ സംവിധാനത്തിൽ ജയസൂര്യ പ്രധാന വേഷത്തിലെത്തുന്ന സിനിമ. നമസ്കാരം, എൻ്റെ പേര് വിഷ്ണു. എൻ്റെ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. വൺ ലാസ്റ്റ് റൈഡ് പാർട്ട് 1 എന്ന സിനിമയുടെ ട്രെയിലർ ഇപ്പോൾ റിലീസായിരിക്കണം. അതിൽ കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഒരുപക്ഷേ ഈ വർഷം നമ്മൾ ഏറ്റവും കൂടുതൽ വെയിറ്റ് ചെയ്യുന്ന വൺ ഓഫ് ദ സിനിമയിൽ ഒന്നും കൂടെയാണ് ആട് 3 എന്ന് പറയുന്നത്. ആട് ഫ്രാഞ്ചൈസിലെ 3ാം സിനിമ. ആൻഡ് ഇപ്പോൾ ഒഫീഷ്യലായിട്ട് അനൗൺസ് വന്നിട്ടുണ്ട് ആടിൻ്റെ ഒരു 4th പാർട്ടും കൂടെ ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. സോ ട്രെയിലറിലേക്ക് ഏകദേശം 3 മിനിറ്റ് ലെങ്ത് ഉള്ള ഒരു ട്രെയിലറാണ്. ഇത് മുമ്പ് തന്നെ ഈ പടത്തിൻ്റെ സ്കെയിൽ വളരെ വലുതായിരിക്കും എൻ്റെ ക്രൂ ഇതിൻ്റെ പ്രൊഡ്യൂസറൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ ട്രെയിലർ നമുക്ക് കാണാനും കഴിയുന്നുണ്ട്. ഒരു ഏൻഷ്യൻ്റ് ആയിട്ടുള്ള ഒരു കാലഘട്ടം, കുറച്ച് വർഷം രാജാവിൻ്റെ ഒരു കാലഘട്ട സിനിമയ്ക്ക് അത് വരുന്നുണ്ട്. ഈ സിനിമ ടൈം ട്രാവൽ ആണെന്നും സയൻസ് ഫിക്ഷൻ ആണെന്നൊക്കെ പറയുന്നുണ്ട്. എന്തുമാത്രം സത്യമാണെന്ന് നമുക്ക് അറിയത്തില്ല. പടത്തിലുള്ള ഹ്യൂമർ അങ്ങനെ തന്നെ നിലനിർത്താൻ അവർ കഴിഞ്ഞിട്ടുണ്ടെന്ന് ട്രെയിലർ കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ട്. പഴയ മിക്ക കഥാപാത്രങ്ങളും ഇതിൽ റിട്ടേൺ ആവുന്നുണ്ട്. ആൻഡ് പടം നോക്കിയാൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടിരിക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. മാർച്ച് 19 പടം റിലീസാവുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഒരു ഹെവി ക്ലാഷ് ഉള്ള ഒരു ദിവസമാണ്. തെലുങ്കിൽ നിന്നും ഹിന്ദിയിൽ നിന്നും എല്ലാം തന്നെ ഹെവി ക്ലാഷ് ഉള്ളൊരു സിനിമയാണ്. സോ എന്തായാലും ഫസ്റ്റ് ഡേ നമ്മൾ ആട് തന്നെയാണ് കാണാൻ പോകുന്നത്. സോ നിങ്ങൾ എത്ര പേര് ആട് 3 ഫസ്റ്റ് ഷോ പോകുന്നുള്ള കാര്യം തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാം. ഈ സിനിമയുടെ ട്രെയിലറിലേക്ക് പോവുകയാണെങ്കിൽ ആദ്യം തന്നെ കാണിക്കുന്ന ആ ഒരു പഴയ കാലഘട്ടമാണ് കാണിക്കുന്നത്. ഇവിടെ നമുക്ക് ജയസൂര്യ ഒരു രാജാവായിട്ട് ഇരിക്കുമ്പോൾ കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ വിനായകൻ്റെ കഥാപാത്രം വരുന്നുണ്ട്. അങ്ങനെ ഓരോ കഥാപാത്രങ്ങളും വരുന്നുണ്ട്. ഇതിൻ്റെ അകത്തൊരു ഒരു പഴയ കഥ, ആ സമയത്തുള്ള എന്തോ ഒരു പുരാണ വസ്തു എന്തോ ഉണ്ടെന്ന് തോന്നുന്നു. ഒരു പാലം, ഇതിനെയൊക്കെ ബേസ് ചെയ്താണ് കഥ പോകുന്നത്. ആൻഡ് അതങ്ങനെ ഇപ്പോൾ കറണ്ടായിട്ടുള്ള ഒരു സിറ്റുവേഷനിൽ വന്ന് കണക്റ്റ് ആവുന്നുള്ള കാര്യങ്ങൾ നമുക്ക് അറിയത്തില്ല. ഈവൻ ആടിൻ്റെ ഫസ്റ്റ് പാർട്ട് ആയിക്കോട്ടെ, അതിൻ്റെ അകത്ത് ഒരു മിത്തിക്കലായിട്ടുള്ള ഒരു ഒരു സാധനം ഉണ്ടായിരുന്നു. ആക്ച്വലി നീലക്കൊടുവേലി എന്നൊരു സാധനം ഫസ്റ്റ് പാർട്ടിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. ആൻഡ് അതിനെ ബേസ് ചെയ്തായിരിക്കും ആ സിനിമയുടെ കഥ. അതിനെ ചുറ്റിപ്പറ്റിയായിരിക്കും എല്ലാ കഥാപാത്രങ്ങളും വന്ന് നിൽക്കുന്ന ഈ സ്പോട്ടിലായിരിക്കും, നീലക്കൊടുവിലായിരിക്കും ക്ലൈമാക്സ് വന്നിട്ടുണ്ടാവുക. സോ ഇതിൻ്റെ അകത്തൊക്കെ വേറൊരു മിസ്റ്റീരിയസ് ആയിട്ടുള്ളൊരു തിങ് അതിനെ അന്വേഷിച്ച് വരുന്നതോ ഇല്ലെങ്കിൽ അതിനെ ബേസ് ചെയ്ത് വരുന്നൊരു കഥയായിരിക്കാം. ഇതൊരു ടൈം ട്രാവലാണോ, ഇതൊരു പഴയ കഥ പറയുന്നതാണോ, ഇനി അഥവാ ഇങ്ങനൊരു കഥ കേട്ടപ്പോൾ അവരുടെ സ്ഥാനത്ത് ഇവരായിട്ട് ഇമാജിൻ ചെയ്ത് വെച്ചിരുന്നതാണോ നമുക്ക് ക്ലിയർ ആയിട്ട് അറിയത്തില്ല. ട്രെയിലർ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. പക്ഷേ ട്രെയിലറിൻ്റെ പഞ്ച് എന്ന് പറയുന്നത് ട്രെയിലറിൻ്റെ എൻഡിങ്ങിൽ വന്ന ഒരു മാഷപ്പാണ്. നമ്മളെ ഷാജി പാപ്പൻ തൊട്ട് നമ്മുടെ അബു തൊട്ട് എല്ലാവരുടെയും ആ ഒരു ടീം സ്കോർ വെച്ചൊരു സ്മാഷപ്പ് പോലെ കാണിച്ചിട്ടുണ്ടായിരുന്നു. അത് ട്രെയിലറിൻ്റെ ഒരു പീക്ക് പോർഷൻ എന്ന് തന്നെ പറയേണ്ടി വരും. സോ എത്ര പേർക്ക് ട്രെയിലർ ഇഷ്ടപ്പെടുന്നുള്ള കാര്യം തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ചെയ്യുക. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മോസ്റ്റ് അവൈറ്റിംഗ് മൂവി എന്ന് തന്നെ പറയാം. ഈ ഒരു ഫ്രാഞ്ചൈസിൽ ഏറ്റവും കൂടുതൽ 2026 മലയാളികൾ ഏറ്റവും കൂടുതൽ കാണാൻ ആഗ്രഹിച്ചൊരു കോമഡി ഫിലിമാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, പൊതുവേ കോമഡി സിനിമകൾ മലയാളത്തിൽ ഇപ്പോൾ വരുന്നത് വളരെ കുറവാണ്. പ്രത്യേകിച്ച് ഈ ആട് പോലുള്ള ജേണറിൽ വരുന്നത് വളരെ കുറവാണ്. സോ ലാസ്റ്റിക് ആയിട്ടുള്ള നമുക്ക് വീണ്ടും പറഞ്ഞിരിക്കാൻ പറ്റിയ, വീണ്ടും കണ്ടു ചിരിക്കാൻ പറ്റിയ സിനിമകൾ ആ ഒരു ജേണറിൽ, ഈ ഒരു കോമഡി ജേണറിൽ വരുന്നത് വളരെ കുറവാണ്. സോ ആ ഒരു അതിന് കുറച്ചൊരു ജീവൻ കൊടുക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. സോ നിങ്ങൾ എത്ര പേര് വെയിറ്റിംഗ് ആകാൻ തീർച്ചയായും താഴെ കമൻറ്റ് ചെയ്യാം. ആൻഡ് അതുപോലെ തന്നെ ഒരു 4th പാർട്ടുണ്ട് ട്രെയിലറിൽ മനസ്സിലാവുന്നുണ്ട്. ഇതിനു മുമ്പ് എൻ്റെ പ്രൊഡ്യൂസറും ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ അതുകൊണ്ട് തന്നെ ഞാൻ വെയിറ്റിംഗ് ആണ്. നിങ്ങൾ എത്ര വെയിറ്റിംഗ് ആകാൻ തീർച്ചയായും കമൻറ്റ് ചെയ്യുക. മറ്റൊരു ദിവസം മറ്റു കാണാം. അതുവരേക്കും ബൈ.